ദക്ഷിണാമൂർത്തിയുടെ പൂർണ്ണ അവതാരമായ പരബ്രഹ്മ സ്വരൂപൻ തന്നെയായ അവിടെ മൂകാംബിക മാത്രം എന്തുകൊണ്ടാണ് വ്യത്യസ്തമാണ്? ഹിമാലയത്തിൽ നിന്ന് പരാശക്തിയായ അമ്മയെ ദേവിയെ നന്നായിട്ട് ഉപാസിച്ച ആളാണല്ലോ. ദേവനില്ലെങ്കിൽ ദേവിയില്ലല്ലോ. അതെ. ഇനി ദേവിയില്ലെങ്കിൽ ദേവനുമില്ല. മന്ത്രങ്ങൾ 4 വരിയേ ഉള്ളെങ്കിലും ഒരുപാട് അക്ഷരങ്ങളുള്ള മന്ത്രങ്ങളാണ്. അതെ, പറയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള വലിയ ബുദ്ധിമുട്ടും കടുകട്ടിയാണ്. 1008 രാവിലെ ഒരു വെളുക്കുന്നവർ അടുത്ത ദിവസം വരെ ഇരുന്നാലും 2000 ഇത് പറ്റത്തില്ല. ദക്ഷിണാമൂർത്തിയുടെ പൂർണ്ണാവതാരം എന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് അറിയാത്തതായി എന്തുണ്ട്? മലയാള നാട്ടിൽ ഞാൻ കുടിയിരിക്കുകയും ചെയ്യും. ഇവിടുത്തെ അതേ ആരാധന നിൻ്റെ നാട്ടിലും കുടിയിരിക്കാമെന്ന് പറഞ്ഞു. അതിൻ പ്രകാരമാണ് ചോറ്റാനിക്കര പ്രതിഷ്ഠ. അതായത് രാവിലെ സരസ്വതി, മധ്യാഹ്നത്തിൽ ലക്ഷ്മി. അപ്പം പിന്നെ അടുത്ത കരച്ചിലായി. എന്താ കാര്യം? എന്നും അച്ഛൻ പകുതി പായസം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടു ചെല്ലുമല്ലോ. ഭക്തജനങ്ങൾക്ക് കൊടുത്തിട്ട് ബാക്കി വീട്ടിൽ കൊണ്ടു ചെല്ലും. ഞാൻ ദേവിക്ക് നിവേദിച്ചില്ല, ഞാൻ ഇതിഞ്ഞ് കൊണ്ടുവന്നു എന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞ് അടുത്ത കരച്ചിലായി. ദേവി എന്ത് ചെയ്തു? മോനെ കെട്ടിപ്പിടിച്ച് മുലപ്പാൽ കൊടുത്തു. സ്വാമി, ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ ശങ്കരാചാര്യരാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചതെന്ന്. അപ്പം ശങ്കരാചാര്യരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശങ്കരപീഠം കയറുന്നതിന് മുമ്പിട്ട് മൂകാംബികാദേവിയെ ദർശനം വാങ്ങിയതിന് ശേഷമാണ് ശങ്കരപീഠത്തിലേക്ക് കയറുന്നത്. ആ ഒരു കഥയൊന്ന് പറഞ്ഞു തരാമോ? വാസ്തവത്തിൽ ഗുരുവായൂരോ മൂകാംബികയിലോ മാത്രമല്ല, ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങൾക്കെല്ലാം പൂജാതി കർമ്മങ്ങൾ നിർദ്ദേശിച്ചത് ദക്ഷിണാമൂർത്തിയുടെ പൂർണ്ണ അവതാരമായ പരബ്രഹ്മ സ്വരൂപൻ തന്നെയായ ശങ്കരാചാര്യ ഭഗവാനാണ്. അവിടെ മൂകാംബിക മാത്രം എന്തുകൊണ്ടാണ് വ്യത്യസ്തമാണ്? ഹിമാലയത്തിൽ നിന്ന് പരാശക്തിയായ അമ്മയെ ദേവിയെ നന്നായിട്ട് ഉപാസിച്ച ആളാണല്ലോ. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഒരുപാട് ശാക്തേയ ഗ്രന്ഥങ്ങളുണ്ടല്ലോ. 168 കൃതികൾ എഴുതിയതിൽ ഒരുപാട് കൃതികൾ ശാക്തേയമാണ്. അമ്മയെ, പ്രപഞ്ചമാതാവിനെ വാഴ്ത്തിക്കൊണ്ടുള്ള കൃതികളാണ്. അദ്ദേഹം ദക്ഷിണാമൂർത്തി മഹാദേവനാണല്ലോ. ആ മഹാദേവൻ്റെ അവതാരമാണല്ലോ ഇദ്ദേഹം, ശങ്കരാചാര്യ ഭഗവാൻ. അപ്പോൾ പല വടക്കേ ഇന്ത്യയിലെ പലയിടത്തും ചെന്നപ്പോൾ അങ്ങ് എന്തുകൊണ്ടാണ് മഹാദേവനെ മാത്രം വാഴ്ത്തുന്നത്, മഹാദേവനെയും മഹാവിഷ്ണുവിനെയും മാത്രം വാഴ്ത്തുന്നതെന്ന് ശാക്തേയര് ചോദിച്ചു. അതായത് ശക്തിയെ ഉപാസിച്ചു വന്നവർ, ദേവിയെ ഉപാസിച്ചവർ. ദേവി മാത്രമാണ് പരമമായ സത്യമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരിക്കലും പറയാനും പറ്റില്ല. കാരണം ദേവനില്ലെങ്കിൽ ദേവിയില്ലല്ലോ. അതെ. ഇനി ദേവിയില്ലെങ്കിൽ ദേവനുമില്ല. അതാണ് ജീവാത്മ പരമാത്മ ഐക്യം പോലെ. പ്രപഞ്ച പിതാവും പ്രപഞ്ച മാതാവും. മാതാവ് മാത്രമായിട്ടോ പിതാവ് മാത്രമായിട്ടോ ഒരു സൃഷ്ടി സാധ്യമല്ലല്ലോ. അല്ലേ? രണ്ടും സംഗമിക്കണം. സ്ത്രീ പുരുഷ സംഗമത്തിലൂടെ മാത്രമേ പ്രപഞ്ചത്തിൽ എന്തും ഏത് കാര്യവും സാധ്യമാവും. ഇത് നമുക്കറിയാമല്ലോ. അത് വേറൊരു ദിവസം നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഭഗവാൻ ഹിമാലയത്തിൽ നിന്ന്, അപ്പം ഈ ശാക്തേയരിങ്ങനെ ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത്, ആര് പറഞ്ഞു? ഞാൻ ശാക്തേയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇനി കൂടുതൽ എഴുതാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യലഹരി 100 മന്ത്രങ്ങളാണല്ലോ. ഈ 100 മന്ത്രങ്ങളുടെ സൗന്ദര്യലഹരി മുഴുവനും ദേവിയെ വാഴ്ത്തുന്ന കൃതികളാണ്, മന്ത്രങ്ങളാണ്, അമ്മയുടെ മന്ത്രങ്ങളാണ് അതിനകത്ത്. ആ മന്ത്രങ്ങൾ അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ മന്ത്രത്തിനും ഓരോ കാര്യങ്ങളാണ് സാധിക്കുക. ആ മന്ത്രം അതിൽ പറയുന്ന വിധിപ്രകാരമാണ് ഉപാസിക്കുന്നതെങ്കിൽ ഭക്തൻ്റെ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കുകയും ചെയ്യും. പക്ഷേ അത്ര എളുപ്പമല്ല. മന്ത്രങ്ങൾ 4 വരിയേ ഉള്ളെങ്കിലും ഒരുപാട് അക്ഷരങ്ങളുള്ള മന്ത്രങ്ങളാണ്. പറയാൻ തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടും കടുകട്ടിയാണ്. അപ്പോൾ ആ മന്ത്രം പഠിക്കാൻ 4 വരി ഇപ്പോൾ ഒരു ദിവസം മെനക്കെട്ടിരുന്നാൽ പഠിക്കാം. പക്ഷേ 1008, 2008ഒക്കെ 2000-ത്തിലധികമൊക്കെ സംഖ്യ അത് ഉപാസിക്കണം ഓരോ ദിവസവും. അത് രാവിലെ ഒരു വെളുക്കുന്നവർ അടുത്ത ദിവസം വരെ ഇരുന്നാലും 2000 ഇത് പറ്റത്തില്ല. അതാണ് അതിൻ്റെ കണക്ക്. അത്രയും അതിൻ്റെ അനുഷ്ഠാന ക്രമം വളരെ പ്രയാസമാണ്. അദ്ദേഹം അവരോട് പറഞ്ഞത്, ശാക്തേയരോട് പറഞ്ഞത്, ഞാൻ അമ്മയെയും പ്രപഞ്ചമാതാവിനെയും ഉപാസിക്കുന്നുണ്ട്, അമ്മയെക്കുറിച്ചും ഞാൻ എഴുതുന്നുണ്ട്. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയ കൃതികളെക്കുറിച്ചും ശക്തി ആരാണ് എന്താണെന്നുള്ളതിനെക്കുറിച്ചും അവർക്ക് നന്നായി പ്രബോധനം നടത്തുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഹിമാലയത്തിൽ നിന്ന് അദ്ദേഹം പരാശക്തിയായ അമ്മയെ ആവാഹിച്ച്,
അതായത് പാർവതിയുടെ അംശം. പാർവതീദേവി തന്നെ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരാം. പക്ഷേ നീ ഒരിക്കലും ഇടയ്ക്ക് വെച്ച് തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയാൽ വേറൊന്നുമില്ല, ഞാൻ അവിടെ ആക്കിയിരിക്കും. അപ്പോൾ അമ്മയുടെ പാദസരമുണ്ടല്ലോ അല്ലേ, അത് പരാശക്തിയുടെ പാർവതീദേവിയുടെ കാലിൽ കിടക്കുന്ന പാദസരം എന്ന് പറഞ്ഞാൽ അത് പറയണ്ടല്ലോ. അതിൻ്റെ നാദം 14 ലോകത്തെയും ആഹ്ലാദിപ്പിക്കും, സന്തോഷിപ്പിക്കും. 14 ലോകത്തിനുള്ള ജീവികളുടെ മനസ്സിൽ ആനന്ദം കുളിർവരും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ പാദസരത്തിൻ്റെ മധുരമായ ശബ്ദത്തിൽ ലയിച്ച് ശങ്കരാചാര്യ ഭഗവാൻ മുമ്പേ നടക്കുന്നു, ദേവി പിറകെ നടക്കുന്നു. നടന്ന് അവിടെ കുടജാദ്രിയാണെങ്കിൽ മൂകാംബിക, കുടജാദ്രിയുടെ ആ വനമേഖലയിൽ വന്നപ്പോൾ ദേവി, അതാണ് ദേവിയെ മഹാമായ എന്ന് നമ്മളെല്ലാം വിളിക്കുന്നത് അതുകൊണ്ടാണല്ലോ. അവിടെ എത്തിയപ്പോൾ ദേവി എന്ത് ചെയ്ത് പതുക്കെ നടന്നു. ഈ പാദസരത്തിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. സംശയാലുവായ ഭഗവാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവിയുണ്ട്. കരാറ് ലംഘിച്ചല്ലോ അല്ലേ, അതുകൊണ്ട് ദേവി അവിടെ ഇരുന്നു എന്നാണ് കഥ. അപ്പോൾ ഭഗവാൻ വളരെ വ്യസനിച്ചു, ഭക്തനല്ലേ. മാത്രമല്ല പ്രപഞ്ച സത്യത്തിൻ്റെ അകക്കാമ്പ കണ്ടറിഞ്ഞ ദക്ഷിണാമൂർത്തിയുടെ പൂർണ്ണാവതാരം എന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് അറിയാത്തതായി എന്തുണ്ട് അല്ലേ. സകലതും അറിഞ്ഞ മഹാത്മാവാണല്ലോ. അദ്ദേഹം വ്യസനിച്ചു, ശരിക്ക് കരഞ്ഞു അദ്ദേഹം. അത് ദേവിയുടെ ഹൃദയം ആർദ്രമാക്കി. കാരണം അമ്മയ്ക്ക് മകനെപ്പോലെയാണല്ലോ ഈ കുഞ്ഞ് അല്ലേ. കാണാനും ശങ്കരാചാര്യരുടെ സൗന്ദര്യം തന്നെ ഭയങ്കരമല്ലേ. ദേവിക്ക് വളരെ വിഷമുണ്ടായി. അപ്പോൾ ദേവി പറഞ്ഞു, നിൻ്റെ നാട് മലയാള നാട്ടിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നുവെങ്കിലും മലയാള നാട്ടിൽ ഉള്ളവരായിരിക്കും ഇവിടെ നിത്യവും വരുന്നത്. കൂടുതൽ ഭക്തരും അവരായിരിക്കും. മാത്രമല്ല മലയാള നാട്ടിൽ ഞാൻ കുടിയിരിക്കുകയും ചെയ്യും. ഇവിടുത്തെ അതേ ആരാധന പൂജാതി കർമ്മങ്ങൾക്കനുസൃതമായി അതേപോലെ തന്നെ ഞാൻ നിൻ്റെ നാട്ടിലും കുടിയിരിക്കാമെന്ന് പറഞ്ഞു. അതിൻ പ്രകാരമാണ് ചോറ്റാനിക്കര പ്രതിഷ്ഠ. മൂകാംബികയിലെ അതേ അതായത് രാവിലെ സരസ്വതി, മധ്യാഹ്നത്തിൽ ലക്ഷ്മി, വൈകുന്നേരം കാളി. 3 ഭാവമാണല്ലോ അമ്മയുടെ. ഈ 3 ഭാവങ്ങളും മൂകാംബികയിലുള്ള അതേ പൂജാക്രമമാണ് ചോറ്റാനിക്കരയിലും നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേറൊരു കാര്യവും കൂടിയുണ്ട്. ദേവിക്ക് ഈ ശങ്കരാചാര്യ ഭഗവാനിൽ 100% പ്രീതി കൊള്ളുന്നതിനൊരു കാരണമുണ്ട്. ശങ്കരാചാര്യരുടെ പിതാവ് ഒരു ദിവസം പൂജ അദ്ദേഹം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ആളാണല്ലോ. ഒരു ദിവസം പൂജ ചെയ്യാൻ കഴിയാതെ പോയപ്പോൾ അദ്ദേഹത്തിന് എന്തോ ബുദ്ധിമുട്ട് വന്നു. ശങ്കര നീ നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അന്ന് ശങ്കരന് 4 വയസ്സാണ്. ജന്മനാ തന്നെ ബ്രഹ്മചാരി ആയതുകൊണ്ട് ഇനി ആരും പഠിപ്പിക്കണമല്ലോ, എല്ലാം അറിയാമല്ലോ. അങ്ങനെ അദ്ദേഹം ശരി ഞാൻ നോക്കിയോളാം അച്ഛാ എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ശിവഗുരു എന്നാണല്ലോ അച്ഛൻ്റെ പേര്. അദ്ദേഹം പോയപ്പം ഇവനെന്ത് ചെയ്തു, അമ്മ ഈ പായസം ഉണ്ടാക്കി കൊടുത്തു, അരവണ പായസം ഉണ്ടാക്കി കൊടുത്തു. ഉരുളിയിൽ ഈ പായസമൊക്കെ അടച്ചു വെച്ചുകൊണ്ട് നേരെ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്തു. പൂജയൊക്കെ ചെയ്ത് അറിയാവുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലി. കുഞ്ഞിനെ കണ്ടാൽ തന്നെ മതിയല്ലോ ദേവിക്ക് പ്രീതി കൊള്ളാൻ, മന്ത്രത്തിൻ്റെ ആവശ്യമില്ല. എന്നാലും എല്ലാം ചൊല്ലി. കാരണം ഗായത്രി ഇത്രയും സ്ഫുടമായി അർത്ഥപൂർണമായി ജപിക്കാൻ വേറെ ആരും അന്നുണ്ടായിരുന്നില്ല. അതെല്ലാം ചൊല്ലി ദേവി അങ്ങോട്ട് പൂർണ്ണ തൃപ്തിയായി ഈ നിവേദ്യം അങ്ങോട്ട് മുമ്പോട്ട് വെച്ചു കൊടുത്തു. ദേവി കഴിക്കുന്നില്ല. കുഞ്ഞിൻ്റെ വിചാരം അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ഞാൻ കൊടുത്തത് കഴിക്കുന്നില്ല അമ്മ. എല്ലാ ദിവസവും അച്ഛൻ കുറേ കൊടുത്തിട്ട് ബാക്കി കൊണ്ടുവരും. അതാണല്ലോ നമ്മൾ കഴിക്കുന്നത്. ഇന്ന് സ്ഥൂലഭാവത്തിൽ മാത്രമേ അതെ കാണുള്ളൂ, സ്ഥൂലഭാവത്തിലേ കാണുള്ളൂ. അപ്പം കരയാൻ തുടങ്ങി. വിഗ്രഹത്തിൻ്റെ മുമ്പിലിരുന്ന് ഈ കുഞ്ഞങ്ങ് കരഞ്ഞു. ശരിക്ക് വേദനിച്ചതിനെ കരഞ്ഞു. അമ്മേ ഞാൻ കുഞ്ഞായത് കൊണ്ടാണോ, ഞാൻ ഉരുക്കഴിച്ച മന്ത്രത്തിൽ തെറ്റുകൾ ഉണ്ടായിട്ടാണോ ദേവി അമ്മ ഇത് കഴിക്കാത്തത്?
ഇനിയിപ്പോൾ അച്ഛൻ വന്ന് എന്തൊക്കെ എന്നെ ശകാരിക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ ദേവിയുടെ ഹൃദയം ആർദ്രമായി. ദേവി എന്ത് ചെയ്തു? ഈ പായസം മുഴുവനും അങ്ങ് കഴിച്ചു. ഉരുളിയിലൊട്ടും ബാക്കിയില്ല. അപ്പം പിന്നെ അടുത്ത കരച്ചിലായി. എന്താ കാര്യം? എന്നും അച്ഛൻ പകുതി പായസം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടു ചെല്ലുമല്ലോ, ഭക്തജനങ്ങൾക്ക് കൊടുത്തിട്ട് ബാക്കി വീട്ടിൽ കൊണ്ടു ചെല്ലും. ഇതിപ്പോൾ ഇത്രയും പായസം കൊണ്ടു ചെന്നാൽ ഞാൻ ദേവിക്ക് നിവേദിച്ചില്ല, ഞാൻ ഇത് ഇഞ്ഞ് കൊണ്ടുവന്നു എന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞ് അടുത്ത കരച്ചിലായി. ദേവി എന്ത് ചെയ്തു? മോനെ കെട്ടിപ്പിടിച്ച് മുലപ്പാൽ കൊടുത്തു.